പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. എൻ്റേതായിട്ടുള്ള രീതിയിൽ പല രീതിയിൽ ഉണ്ടാക്കും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇന്ന് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറയണം ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടും കടയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടും എത്ര ടേസ്റ്റ് മാറ്റുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. നമ്മളിവിടെ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ചിക്കനാണ്. ബോൺലെസ് ആണെങ്കിൽ നല്ലത്. ഇപ്പോൾ ഇവിടെ എല്ലുള്ള പീസസ് ആണ്. ഇനി ഞാനിവിടെ 2 മീഡിയം പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറുള്ളിയാണ്. ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാള എടുക്കണേന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസുള്ള ഒരു സവാള എടുക്കുക, ഒരു 4 പച്ചമുളക്, അതുപോലെ ഒരു തുടം വെളുത്തുള്ളി, ഒരു 10-16 എണ്ണ ഉണ്ടാവും. പിന്നെ അതുപോലെ ഇത്രയും ഒരു കഷ്ണം ഇഞ്ചി. നമുക്കൊരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് സോൾട്ട്, ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി വേണം, അതുപോലെ 1 ടീസ്പൂണോളം മുളക് പൊടിയും വേണം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ക്രിസ്പി ആയിട്ട് കിട്ടും പുറം ഭാഗം. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു എഗ്ഗ് വേണം. ചിക്കനിലേക്ക് ഒരു 10 മിനിറ്റ് മുന്നേ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണിത്. ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് 1 വിസിലടിച്ചിട്ട് നമുക്ക് വേവിക്കണം. അപ്പം ഞാൻ ഈ ചിക്കൻ ഇതിലിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം ഇതിലുള്ള വെള്ളം മതി വേവിച്ചെടുക്കാൻ. പൊട്ടറ്റോ ഒന്ന് നമുക്കൊന്ന് പതുക്കെ കൈ കൊണ്ടൊന്ന് സ്മാഷ് ചെയ്ത് വെക്കാം. ഒരു വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ നേരത്തെ ചിക്കനിൽ വെള്ളം ഒഴിക്കാണ്ട് തന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളം വന്നു. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വെറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഈ സ്റ്റോക്ക് നമുക്ക് ചിക്കൻ അതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒന്ന് ചൂടാറണം കേട്ടോ. ഇത് ഇതിനൊക്കെ ഒന്ന് ചൂടാറുമ്പോഴത്തേക്കും ഇതൊക്കെ കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ചെറിയ കപ്പിലായാലും മതി. ഞാനൊരു ചോപ്പറിൽ ഇട്ടിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്തത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനൊപ്പം നമുക്ക് രണ്ട് കറിവേപ്പില അത് നന്നായി പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കട്ട്ലേറ്റ് പെട്ടെന്ന് പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിടുന്നത്. അപ്പോൾ ചിക്കൻ ചൂടാറിൻ്റെ അപ്പം നമുക്കിത് എല്ലിന്നൊന്ന് വേർതിരിച്ചെടുക്കണം. നമുക്ക് ചോപ്പറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം നമുക്ക്. ഇതും കൂടി നമുക്ക് ചോപ്പറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂടി നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾ ഇതിന് സവാളയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമയത്ത് ഇത് അരിഞ്ഞിട്ടാൽ മതി. ചുവന്നുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് ഇവിടെ ഫ്രൈ ആക്കണ്ട, നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായി വലിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം. നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. നേരത്തെ മഞ്ഞൾ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുപോലെ ഉപ്പ് നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. ഇനി പൊട്ടറ്റോയില് നമുക്ക് ഉപ്പ് ഇല്ലെങ്കിൽ അത് ആ സമയത്ത് നമുക്ക് ചേർക്കാം. ഒരു മിനിറ്റും കൂടി ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നമ്മുടെ പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചിരിക്കും ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച്
നമുക്ക് ഇടണം. നമ്മൾ കുറച്ചുകൂടി സോൾട്ട് ഇട്ടിട്ടുണ്ട്. എഗ്ഗ് ഒന്ന് നമുക്ക് പൊട്ടിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. എണ്ണ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് ഷേപ്പ് ആക്കി. അപ്പൊ ഞാൻ ഇത്തിരി വലിപ്പമുള്ള കട്ട്ലേറ്റ് തന്നെ ഉണ്ടാക്കണേ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ. ഞാൻ ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കണേ. ഇനി നമുക്ക് എഗ്ഗിൽ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായി കോട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ മറ്റേ സൈഡും കൂടി നിങ്ങൾ തിരിച്ചിടുക. മറ്റേ സൈഡും കൂടി തിരിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് 1/2 കിലോ ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 വലിയ കട്ട്ലേറ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്ക് ആയിട്ടും അതുപോലെ തന്നെ ചോറിനൊക്കെ സൈഡ് ഡിഷ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത തവണ നമുക്ക് ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.